ഇന്ന് കാണാതെ പോയ രാജകുമാരൻ്റെ കഥയാണ്. ഈ കഥ ടിബറ്റിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. അപ്പോൾ ഈ കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരു രാജാവിന് 2 ആൺമക്കളുണ്ടായിരുന്നു. ഈ 2 മക്കളും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല, 1-2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ പാഠങ്ങളൊക്കെ ഇവർ ഒരുമിച്ചാണ് പഠിച്ചത്. മാത്രമല്ല ഈ കുട്ടികൾ 2 പേരും നല്ല കൂട്ടുകാരുമായിരുന്നു. ഒരുമിച്ച് പഠിച്ചും ഒരുമിച്ച് കളിച്ചും വളർന്ന 2 മക്കൾ. മൂത്ത മകൻ്റെ പേര് ക്ഷേമാങ്കരൻ എന്നും രണ്ടാമത്തെ മകൻ്റെ പേര് പാപാങ്കരൻ എന്നുമായിരുന്നു. ഇങ്ങനെ പേരിട്ടതിൽ ഇളയ മകനായ പാപാങ്കരൻ ഇത്തിരി വിഷമമുണ്ട്. കാരണം തൻ്റെ പിതാവ് പക്ഷാപാതപരമായിട്ടാണ് പെരുമാറിയത്. നല്ല പേര്, നല്ലവൻ എന്നർത്ഥം വരുന്ന പേര് ജ്യേഷ്ഠന് കൊടുക്കുകയും പാപം ചെയ്യുന്നവൻ എന്നർത്ഥം വരുന്ന പേര് തനിക്ക് തരികയും ചെയ്തു എന്നവന് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ജ്യേഷ്ഠനായ ക്ഷേമാങ്കരൻ എപ്പോഴും അവനോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയും പിതാവിനെ പറ്റി അങ്ങനെയൊന്നും കരുതരുത്, അദ്ദേഹം മറ്റെന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടായിരിക്കണം നിനക്ക് ഈ പേര് തന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഇവർ 2 പേരും ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ധനുർവിദ്യ പഠിച്ചു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഈ പാപാങ്കുരൻ കാട്ടിൽ പോവുകയും കാട്ടിലെ പക്ഷികളെയൊക്കെ അമ്പെയ്ത് വീഴ്ത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷികളെ മാത്രമല്ല മൃഗങ്ങളെയും ഈ പാപാങ്കരൻ അമ്പെയ്ത് വീഴ്ത്താറുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ ക്ഷേമാങ്കരൻ കൂടെ ചെല്ലുന്നു അപ്പോഴൊക്കെ ക്ഷേമാങ്കരൻ തൻ്റെ അമ്പുകൾ കൊണ്ട് പാപാങ്കരൻ്റെ അമ്പുകളെ തടുക്കാറുണ്ടായിരുന്നു. ഇത് പാപാങ്കരൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പാപാങ്കരൻ പലപ്പോഴും ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ പഠിച്ച വിദ്യ പ്രയോഗിക്കാനുള്ളതാണ്. നാം പഠിച്ച വിദ്യ പരിശീലിക്കുമ്പോൾ ജ്യേഷ്ഠൻ വന്ന് തടുക്കരുത്. അപ്പോഴൊക്കെ ക്ഷേമാങ്കരൻ പറയും, അനുജ നീ ചെയ്യുന്ന അമ്പ് ഞാൻ തടുക്കുമ്പോൾ നമ്മൾ 2 പേരും നമ്മുടെ വിദ്യ പഠിക്കുകയാണ്. നീ ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പ് ചെയ്യാൻ പഠിക്കുന്നു, ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുന്ന അമ്പ് തടുക്കാനും പഠിക്കുന്നു. അങ്ങനെ പരിശീലനം നടത്തുമ്പോൾ മൃഗങ്ങളോ പക്ഷികളോ മരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നാം പഠിക്കുന്ന വിദ്യ മറ്റുള്ളവരെ കൊല്ലാനല്ല, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് നാം ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ജ്യേഷ്ഠൻ പറഞ്ഞാലും ഇത് പാപാങ്കരൻ അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഇതുകൂടാതെ ക്ഷേമാങ്കരന് തൻ്റെ കയ്യിലുള്ളത് എന്തോ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഒരിക്കൽ ഇവർ 2 പേരും കൂടെ നഗരത്തിലൂടെ കുതിരപ്പുറത്ത് വരുമ്പോൾ വിധവയായ ഒരു സ്ത്രീ ജീവിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നത് അറിഞ്ഞു. അവർക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചും പോയി. ഇപ്പോൾ ഇവർ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവർ വന്നിട്ട് ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതറിഞ്ഞ ക്ഷേമാങ്കരൻ അങ്ങോട്ട് ഓടി ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ ഊരി ഈ സ്ത്രീക്ക് കൊടുത്തു. ഇതൊക്കെ പാപാങ്കുരനെ വല്ലാതെ വിഷമത്തിലാക്കി. തൻ്റെ ജ്യേഷ്ഠൻ ആഭരണങ്ങൾ ഊരിക്കൊടുത്തും മൃഗങ്ങളെ രക്ഷിച്ചും ഒക്കെ നല്ല പേര് നേടുകയാണ് എന്ന് പാപാങ്കരന് ഒരു തോന്നലുണ്ടായി. അതായത് തൻ്റെ ജ്യേഷ്ഠൻ കൊടുക്കുന്നതൊന്നും വെറുതെ അല്ല, അത് നല്ലൊരു മനുഷ്യനെന്ന നല്ലൊരു രാജകുമാരൻ എന്ന പേര് സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്ന് പാപാങ്കുരൻ പലപ്പോഴും കരുതി. എന്തായാലും ഇവരിങ്ങനെ വളർന്നു വന്നു. അങ്ങനെ ഇടയ്ക്ക് ഇവരുടെ രാജ്യത്തിന് അടുത്തുള്ള രാജ്യത്ത് നിന്ന് ഈ രാജകൊട്ടാരത്തിലേക്കൊരു വിവാഹാലോചന വന്നു. ക്ഷേമാങ്കരന് വേണ്ടിയിട്ടാണ് വിവാഹാലോചന വന്നത്. അടുത്ത രാജ്യത്തെ രാജകുമാരിയായ സുവർണ ക്ഷേമാങ്കരനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ സന്ദേശം. അപ്പോൾ ക്ഷേമാങ്കരൻ പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുറേ നാട് കാണണമെന്നുണ്ട്, കുറച്ചുകൂടി വിദ്യാഭ്യാസം നേടണമെന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഉടനെ ക്ഷേമാങ്കരന് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്ദേശവാഹകനെ രാജാവ് മടക്കി അയച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സന്ദേശവാഹകൻ ഈ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുകയും സുവർണ എന്ന രാജകുമാരി മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല, അവൾക്ക് ക്ഷേമാങ്കരനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് വന്നറിയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ ക്ഷേമാങ്കരന് വലിയ അത്ഭുതം തോന്നി. താൻ കണ്ടിട്ടില്ലെങ്കിലും ഈ സുവർണ എന്ന രാജകുമാരി തന്നെപ്പറ്റി കേട്ടറിഞ്ഞ് തന്നെ വരിക്കണം എന്നാഗ്രഹിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അവളെ മാത്രം വിവാഹം കഴിച്ചാൽ മതിയെന്ന് ക്ഷേമാങ്കരനും തീരുമാനമെടുത്തു. അത് തൻ്റെ പിതാവിനെ അറിയിക്കുകയും പിതാവ് അയൽ രാജ്യത്തെ രാജാവിനോട് തൻ്റെ മകന് വിവാഹത്തിന് സമ്മതമാണ് എന്ന് തിരിച്ച് സന്ദേശം അയക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ വിവാഹം നടത്താം എന്നായി അയൽ രാജ്യത്തെ രാജാവ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും സന്ദേശമെത്തി, ഉടനെ പറ്റില്ല, ക്ഷേമാങ്കരന് നാട് കാണണമെന്നുണ്ട്. അതുകൊണ്ട് അവൻ നാടൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. അതുവരെ സുവർണ കാത്തിരിക്കുകയാണെങ്കിൽ മാത്രം ഈ വിവാഹം നടത്തിയാൽ മതി. അയൽ രാജ്യത്തെ രാജാവ് ഇതും സമ്മതിച്ചു. അങ്ങനെ ക്ഷേമാങ്കരൻ യാത്ര പോകാൻ തയ്യാറായി. തൻ്റെ വിവാഹം ഉടനെ നടത്തണം എന്ന് തൻ്റെ പിതാവിനും അയൽരാജ്യത്തെ രാജാവിനും ആഗ്രഹമുണ്ട് എന്ന് ക്ഷേമാങ്കരൻ അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് നാടൊക്കെ കണ്ട് കുറച്ച് അനുഭവങ്ങളൊക്കെ നേടി തിരിച്ചു വരാമെന്നാണ് ക്ഷേമാങ്കരൻ കരുതിയത്. മാത്രമല്ല പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കച്ചവടം നടത്തി തൻ്റെ രാജ്യം കുറച്ചുകൂടെ സമ്പന്നമാക്കണം എന്നും കൂടി ക്ഷേമാങ്കരൻ ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ സുഭിക്ഷമായിട്ട് കഴിയാൻ തക്കവണ്ണം സമ്പത്തുണ്ടാക്കണം എന്ന് ക്ഷേമാങ്കരൻ ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേമാങ്കരൻ ഉടൻ തന്നെ തൻ്റെ രാജ്യത്തെ തെരുവുകളിൽ ഒരു വിളംബരം നടത്തി. രാജകുമാരനായ താൻ
ഉടൻ തന്നെ കപ്പലിൽ ഒരു യാത്ര പോകാൻ ഇറങ്ങുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ പോയി വ്യാപാരം നടത്തി കൂടുതൽ സമ്പത്ത് സമ്പാദിച്ച് തിരിച്ചു വരികയാണ് എന്ന് തൻ്റെ ഉദ്ദേശമെന്നും അങ്ങനെയുള്ള യാത്രയിൽ തൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ള യുവാക്കളെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞായിരുന്നു ഈ സന്ദേശം. ആരാണോ തനിക്കൊപ്പം ഈ യാത്രയിൽ സന്നദ്ധരായി കൂടെ വരുന്നത് അവർക്ക് തങ്ങൾ ഒരുമിച്ച് സമ്പാദിക്കുന്നതെന്തോ അതിൻ്റെ വിഹിതം കൊടുക്കാം എന്ന് ഒരു വാഗ്ദാനവും ഈ വിളംബരത്തിലുണ്ടായിരുന്നു. എന്നാലും ക്ഷേമാങ്കരന് നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നതിനാൽ ഒരുപാട് ആൾക്കാർ ക്ഷേമാങ്കരൻ്റെ കൂടെ വരികയും അങ്ങനെ ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. വലിയൊരു കപ്പലാണ് ക്ഷേമാങ്കരന് നാട് ചുറ്റാൻ വേണ്ടിയിട്ട് രാജാവ് തയ്യാറാക്കിയത്. അങ്ങനെ ക്ഷേമാങ്കരൻ യാത്ര പോകുന്നതിന് തലേന്ന് പാപാങ്കരൻ ക്ഷേമാങ്കരൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, എന്തായാലും അധികം താമസിക്കും മുമ്പ് അങ്ങ് തിരിച്ചു വരുമല്ലോ, ഞാനും കൂടെ വരട്ടെ, എനിക്കും കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ക്ഷേമാങ്കരൻ പറഞ്ഞു, അതിനെന്താ, നീയും കൂടെ പോന്നോളൂ. അങ്ങനെ പാപാങ്കരനും ക്ഷേമാങ്കരൻ്റെ ഒപ്പം യാത്ര പോയി. അവർ ഒരുപാട് ദേശങ്ങളിൽ യാത്ര ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് കച്ചവടങ്ങൾ നടത്തി. തങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ പല വിശിഷ്ട വസ്തുക്കളും മറ്റു രാജ്യങ്ങളിൽ വിൽക്കുകയും അവിടുന്ന് പല സാധനങ്ങൾ വാങ്ങി അവയില്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമൊക്കെ ചെയ്തിട്ട് ഇവരെ ഒരുപാട് ലാഭം ഉണ്ടാക്കി. അങ്ങനെ ഏകദേശം ഒരു 1-2 വർഷത്തോളം ഇവരെ ഈ കപ്പലിൽ യാത്ര ചെയ്ത് ഒരുപാട് ധനം സമ്പാദിച്ചിട്ട് തിരിച്ചു പോരാൻ ഒരുങ്ങി. ഇവർ തിരിച്ചുള്ള യാത്രയിൽ ഒരു വലിയ ദ്വീപിനടുത്തുകൂടി പോയി. അപ്പോൾ ആ ദ്വീപിൽ നിന്ന് വളരെ പ്രകാശം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ കപ്പൽ അങ്ങോട്ട് അടുപ്പിക്കുകയും അവിടെ ഇറങ്ങി നോക്കുകയും ചെയ്തപ്പോൾ അത് ഒരു രത്നദ്വീപാണെന്ന് മനസ്സിലായി. ആ ദ്വീപിൽ ഒരുപാട് രത്നക്കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേമാങ്കുരൻ കൂടെ വന്ന എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ വാരിയെടുത്തോളൂ, അതിനുശേഷം കപ്പലിൽ കയറി നമുക്ക് തിരിച്ചു പോകാം. ഇനി നമുക്ക് ഒരുപാട് സമ്പാദിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് കിട്ടിയത് നമ്മുടെ രാജ്യത്തിനെ വളരെയധികം സമ്പന്നമാക്കാനുള്ളതുണ്ട്. അങ്ങനെ ഈ കപ്പലിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങുകയും അവരെ കൊണ്ട് പറ്റുന്ന അത്രയും രത്നക്കല്ലുകൾ വാരി സഞ്ചികളിൽ നിറച്ച് കപ്പലിൽ കയറ്റുകയും ചെയ്തു. പാപാങ്കരൻ നോക്കുമ്പോൾ ക്ഷേമാങ്കുരൻ ഒന്നും എടുക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അവൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, ജ്യേഷ്ഠൻ എന്താ രത്നക്കല്ലുകളൊന്നും പിറക്കി എടുക്കാത്തത്? അപ്പോൾ ക്ഷേമാങ്കരൻ പറഞ്ഞു, ഞാൻ എടുത്തില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവർ കപ്പലിൽ കയറി കഴിഞ്ഞപ്പോഴും പാപാങ്കരൻ ചോദിച്ചു, ജ്യേഷ്ഠൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ, കയ്യിലൊന്നും കാണുന്നില്ല. അപ്പോൾ പാപാങ്കരൻ പറഞ്ഞു, അവിടെ കണ്ട രത്നക്കല്ലുകളൊക്കെ വിലപിടിച്ചതാണ്, പക്ഷേ അതിനേക്കാളൊക്കെ വിലയേറിയ ചില കല്ലുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സാധാരണ കല്ലുകളെക്കാളും കാഠിന്യമുള്ള ചെറിയ കല്ലുകൾ. പലപ്പോഴും നമ്മൾ കണ്ട ആ വലിയ കല്ലുകളെക്കാളും വിലയേറിയതാണ് ആ തിളക്കമുള്ള ചെറിയ കല്ലുകൾ. അതുകൊണ്ട് ഞാൻ ആ കല്ലുകളാണ് പെറുക്കിയെടുത്തത്. അവ കിട്ടിയത്രയും ഞാൻ എൻ്റെ അരപ്പട്ടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പാപാങ്കരൻ നോക്കുമ്പോൾ ക്ഷേമാങ്കരൻ്റെ അരപ്പട്ടയിൽ ഒരു ചെറിയ സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ നിന്ന് കുറേ കല്ലുകൾ വളരെ തേജസ്സോടെ ജ്വലിക്കുന്നു. ആ പ്രകാശം കണ്ടപ്പോഴേ തങ്ങളെടുത്ത വലിയ കല്ലുകളെക്കാളും വളരെ വിലയേറിയ കല്ലുകളാണ് ക്ഷേമാങ്കരന് കിട്ടിയത് എന്ന് പാപാങ്കരന് മനസ്സിലായി. അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് തുടർന്നു. കുറേ ദൂരം ചെന്നു. പക്ഷേ അപ്പോൾ ഒരു അപകടം സംഭവിച്ചു. ഒരു വലിയ തിമിംഗലം ഇവരുടെ കപ്പലിനെ ആക്രമിച്ചു. വളരെ വലിയൊരു തിമിംഗലമായിരുന്നു അത്. വാലുകൊണ്ട് മുറുക്കി അടിച്ചും കപ്പലിൻ്റെ അടിയിലേക്ക് മുങ്ങി അതിനെ അപ്പാടെ ഉയർത്തിക്കൊണ്ട് പൊങ്ങി വന്നും ആ തിമിംഗലം അവരെ വല്ലാതെ ഉപദ്രവിച്ചു. കപ്പൽ തകർന്നു. കപ്പലിലുണ്ടായിരുന്നവരെല്ലാം വെള്ളത്തിൽ ചിതറി വീണു. ക്ഷേമാങ്കുരൻ നോക്കുമ്പോൾ പാപാങ്കുരൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടു. ക്ഷേമാങ്കുരൻ നീന്തി ചെന്ന് പാപാങ്കുരനെ തൻ്റെ തോളിലേറ്റുകയും അവനുമായിട്ട് നീന്തി ഒരു തടിക്കഷ്ണത്തിൽ പിടിച്ച് കിടക്കുകയും ചെയ്തു. അങ്ങനെ ആ തടിക്കഷ്ണത്തിൽ പിടിച്ച് ഒഴുകി അവരൊരു കരയിൽ ചെന്ന് കയറി. തൻ്റെ അനുജനെ പുറത്ത് വെച്ച് നീന്തിയ ക്ഷേമാങ്കുരൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അങ്ങനെ അനുജനെ അവിടെ ഒരു മരച്ചുവട്ടിൽ കിടത്തിയിട്ട് ക്ഷേമാങ്കുരൻ തൊട്ടടുത്ത് കിടക്കുകയും അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു. തൻ്റെ മക്കൾ പോയ കപ്പൽ തകർന്ന വിവരം രാജാവ് അറിഞ്ഞു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കപ്പലിലുണ്ടായിരുന്ന കുറേ ചെറുപ്പക്കാർ തിരിച്ചു വന്നു. അവർ പറഞ്ഞത് ആ വഴി പോയ മറ്റൊരു കപ്പലിൽ കയറി അവർ രക്ഷപ്പെട്ടു എന്നാണ്. രാജകുമാരന്മാരെ പറ്റി പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല എന്നും അവർ പറഞ്ഞു. അതോടെ രാജാവ് ആകെ വിഷമിച്ചു. പക്ഷേ പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞതിനാൽ അവർ തിരിച്ചു വരും എന്ന് അദ്ദേഹത്തിനൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം കടൽ തീരത്ത് പോവുകയും തൻ്റെ മക്കൾ വരും എന്ന പ്രതീക്ഷയിൽ കടലിലേക്ക് നോക്കി നിൽക്കുകയും പതിവായിരുന്നു. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു വിദേശ കപ്പൽ തീരത്ത് വന്ന് അടുക്കുകയും അതിൽ നിന്ന് പാപാങ്കരൻ പുറത്തു വരികയും ചെയ്തു. പാപാങ്കരൻ തൻ്റെ പിതാവിനെ കാണാൻ ചെല്ലുകയും താൻ ജീവനോടെ രക്ഷപ്പെട്ടുവെന്നും തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയെന്നും അറിയിച്ചു. രാജാവിന് വലിയ ദുഃഖമായി. ആ ദുഃഖത്തിൽ തന്നെ അദ്ദേഹം അധികം താമസിക്കാതെ മരിച്ചും പോയി. രാജാവ് മരിച്ചതോടെ പാപാങ്കരൻ ആ രാജ്യത്തിൻ്റെ രാജാവായി അവരോധിക്കപ്പെട്ടു.
ക്ഷേമാങ്കരൻ മരിച്ച വാർത്ത അറിഞ്ഞ അയൽ രാജ്യത്തെ രാജാവിന് വളരെയധികം ദുഃഖമുണ്ടായി. തൻ്റെ മകൾ വർഷങ്ങളായിട്ട് ക്ഷേമാങ്കരനെ കാത്തിരിക്കുകയാണ്. ഇനി അവളുടെ ഭാവി എന്തായിത്തീരും? അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. മകളോട് അങ്ങനെയാണെങ്കിൽ ക്ഷേമാങ്കരൻ്റെ അനുജനായ പാപാങ്കരനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ സുവർണ പറഞ്ഞത് തനിക്കിനി വിവാഹമേ വേണ്ട എന്നാണ്. ഈ മറുപടി ആ പിതാവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം മകളോട് കെഞ്ചി പറഞ്ഞു ഒരു വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ സുവർണ സമ്മതിച്ചില്ല. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. മകൾ പ്രായമായി വരികയാണ് എന്ന് കണ്ട് ആ പിതാവ് വല്ലാതെ വിഷമിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാജ്ഞിയും മകളോട് വളരെയധികം ദയനീയമായിട്ട് കേണപേക്ഷിക്കുകയും ഒരു സ്വയംവരത്തിന് തയ്യാറാകണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വയംവരം നടത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ഒരുപാട് രാജാക്കന്മാരും പ്രഭുകുമാരന്മാരും ഈ രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വലിയൊരു സദസ്സിൽ അവരെല്ലാവരും വന്നിരുന്നു. സുവർണ ഒരു മാലയുമായിട്ട് അങ്ങോട്ട് കടന്നു ചെന്നു. ഓരോ വരന്മാരുടെയും മുന്നിൽ അവൾ ചെന്നു. അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ലെങ്കിലും ക്ഷേമാങ്കരനെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവൾക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാലയുമായിട്ട് ഓരോ പുരുഷൻ്റെയും മുന്നിൽ ചെന്ന അവൾക്ക് അവരെ ആരെയും മാലയിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല. താൻ ഭർത്താവാക്കണം എന്ന് കരുതിയിരുന്ന ക്ഷേമാങ്കരനെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയില്ലെങ്കിലും അയാൾ തിരിച്ചു വരുമ്പോൾ താൻ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് വാക്ക് കൊടുത്തിരുന്നതിനാൽ താൻ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നത് തെറ്റാണ് എന്ന് തന്നെ അവൾ കരുതി. എന്നാൽ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹപ്രകാരം ഒരു വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല താനും. അങ്ങനെ ആകെ സങ്കടത്തിലായ സുവർണ ആ മാലയുമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ പുറത്ത് നിന്ന് ഒരു ഓടക്കുഴൽ നാദം കേട്ടു. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു അത് എവിടെ നിന്നാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ പുറത്തേക്ക് നടന്നു. ഒരാളെപ്പോലും തിരഞ്ഞെടുക്കാതെ തങ്ങളുടെ രാജകുമാരി പുറത്തേക്ക് നടക്കുന്നത് കണ്ട പരിചാരകരും തോഴിമാരും അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. സുവർണയാണെങ്കിൽ ആ ഹാരവും ഏന്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു. ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ക്ഷേത്രത്തിനടുത്ത് ഒരു അന്ധനായ യാചകൻ ഇരിക്കുന്നത് കണ്ടു. നേരെ നടന്നു എന്ന് അവൾ ആ യാചകൻ്റെ കഴുത്തിൽ മാലയിട്ടു. ഇത് കണ്ട പരിചാരകരും തോഴിമാരും ആകെ അമ്പരന്ന് പോയി. അവരോടി രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയും രാജാവിനോട് തങ്ങളുടെ രാജകുമാരി ഈ വന്നിരിക്കുന്ന രാജകുമാരന്മാരെയോ പ്രഭുകുമാരന്മാരെയോ ആരെയും തിരഞ്ഞെടുക്കാതെ വഴിയരികിലിരുന്ന ഒരു യാചകനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നറിയിച്ചു. മാത്രമല്ല ആ യാചകൻ അന്ധനുമാണ്. ഇത് കേട്ട രാജാവ് പറഞ്ഞു, ആരായാലും സാരമില്ല, എൻ്റെ മകൾ ആരെ തിരഞ്ഞെടുക്കുന്നോ അവനെ അവളുടെ ഭർത്താവായി ഞാൻ സ്വീകരിക്കും. കാരണം അവൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്നതാണ്. അവസാനം ഞാൻ നിർബന്ധിച്ചാണ് അവളെ ഇതിന് സമ്മതിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ആരെ കൊണ്ടുവന്നു അവനെ ഞാൻ എൻ്റെ മരുമകനായി പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് തൻ്റെ കഴുത്തിലൊരു മാല വീണതറിഞ്ഞ ഈ യാചകൻ ആരാണ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ സുവർണ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജകുമാരിയാണ്. ഇന്ന് എൻ്റെ സ്വയംവരമായിരുന്നു. എനിക്ക് ഇപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമില്ല. കാരണം ഞാൻ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന, ഞാൻ സ്നേഹിച്ചിരുന്ന ആൾ മരണമടഞ്ഞു പോയി. പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം എനിക്കൊരാളെ വിവാഹം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ മാലയിട്ടതാണ്. അപ്പോൾ ഈ യാചകൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു തെറ്റായിപ്പോയി. നിങ്ങൾ ഒരിക്കലും എന്നോടിത് ചെയ്യരുതായിരുന്നു. നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു, അയാളെ സ്നേഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കള്ളക്കഥ പറയുകയാണ്. കാരണം ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനമെടുത്തിട്ട് അയാൾ മരിച്ചുപോയി എന്ന് കരുതി നിങ്ങൾക്ക് മറ്റൊരാളുടെ കഴുത്തിൽ എങ്ങനെ മാലയിടാൻ പറ്റും? നിങ്ങളുടെ സ്നേഹം കപടമാണ്. ഇത് കേട്ട രാജകുമാരിക്ക് ദേഷ്യം വന്നു. രാജകുമാരി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഒരാളെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചിരുന്നതും വാക്ക് കൊടുത്തതും നേരാണ്. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇത്ര കാലം ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നു. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ രീതി അനുസരിച്ച് പെൺകുട്ടികൾ വിവാഹിതരാകാതെ പറ്റില്ല. വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ മാലയിട്ടത്. അപ്പോഴും ആ യാചകൻ പറഞ്ഞു, എത്രയായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. മാത്രമല്ല, ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാമെന്ന് വാക്കു കൊടുത്താണ്. ഞാൻ സ്നേഹിച്ചിരുന്ന, ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടി, അവളെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവളിപ്പോൾ ആരെങ്കിലും വിവാഹം കഴിച്ചിരിക്കണം. എന്നാലും ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറല്ല. അപ്പോൾ സുവർണ പറഞ്ഞു, നിങ്ങളീ പറഞ്ഞത് വളരെ കഷ്ടമാണ്. എൻ്റെ സ്നേഹം കപടമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഞാൻ ഒരിക്കലും ഒരു കപട സ്നേഹക്കാരിയല്ല. ഞാൻ വിവാഹം കഴിക്കാനിരുന്ന ആൾ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഞാൻ ഇത്ര കാലം വിവാഹിതയാകാതെ കാത്തിരുന്നു. ഇന്ന് എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്വയംവരത്തിന് ഒരുമ്പെട്ടത്. അപ്പോഴും യാചകൻ പറഞ്ഞു, അല്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ആ ആളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നേനെ. ഇത് കേട്ട രാജകുമാരി പറഞ്ഞു, എൻ്റെ സ്നേഹം ഒരിക്കലും കപടമല്ല.
അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ തന്നെ തെളിയിച്ചു തരാം. ക്ഷേമാങ്കരൻ എന്ന രാജകുമാരനോടുള്ള എൻ്റെ സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ 2 കണ്ണുകളിലൊന്ന് ഇപ്പോൾ തുറക്കുന്നതാണ്, നിങ്ങൾക്ക് കാഴ്ച കിട്ടുന്നതാണ്. പെട്ടെന്ന് ആ യാചകൻ്റെ ഒരു കണ്ണ് തുറക്കുകയും അയാൾ ഈ രാജകുമാരിയെ കാണുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഞാനാണ് ക്ഷേമാങ്കരൻ. ഞാൻ കപ്പലപകടത്തിൽ പെട്ടു എന്നുള്ള നേര് തന്നെയാണ്, പക്ഷേ ഞാൻ മരിച്ചിരുന്നില്ല. എൻ്റെ സഹോദരനായ പാപാങ്കരനെയും തോളിലേറ്റി ഞാൻ കുറച്ച് ദൂരം നീന്തി ഞാനൊരു കരയിലെത്തുകയും ചെയ്തു. അവിടെ എത്തപ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ എൻ്റെ 2 കണ്ണുകളും ആരോ കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ചുറ്റുപാടും എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ സഹോദരനെയും കാണാനില്ല. അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ അതോ അവനെന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവനെ അന്വേഷിച്ച് അവിടെ ആകെ നടന്നു, പക്ഷേ കണ്ടു കിട്ടിയില്ല. ഞാൻ ഒരുപാട് പേരെ എൻ്റെ ഒപ്പം കപ്പലിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരെയും എൻ്റെ സഹോദരനെയും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് എങ്ങനെ തിരിച്ചു ചെല്ലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നത്. അലഞ്ഞു തിരിഞ്ഞ് ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ രാജകുമാരി പറഞ്ഞു, കൊള്ളാം നിങ്ങളുടെ കഥ. നിങ്ങളുടെ ഒരു കണ്ണിന് കാഴ്ച കിട്ടിയപ്പോഴേക്ക് നിങ്ങൾ കള്ളക്കഥകൾ പറഞ്ഞ് എൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയല്ലേ? അപ്പോൾ ഈ യാചകൻ പറഞ്ഞു, അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പോഴും സുവർണ എന്ന ഈ രാജകുമാരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ വിശ്വസിക്കുകയില്ല. ക്ഷേമാങ്കരൻ കപ്പലപകടത്തിൽ മരിച്ചുപോയി എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ യാചകൻ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ, ഞാൻ ക്ഷേമാങ്കരനാണെങ്കിൽ എൻ്റെ 2ാമത്തെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. അതോടെ അയാളുടെ 2ാമത്തെ കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി. ക്ഷേമാങ്കരനും സുവർണയും പരസ്പരം കാണുകയും അവർക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു. അപ്പോഴേക്കും രാജാവും പരിവാരങ്ങളും അവിടെ എത്തിയിരുന്നു. തൻ്റെ മകൾക്ക് ക്ഷേമാങ്കരനെ തന്നെയാണ് ഭർത്താവായി കിട്ടിയത് എന്നറിഞ്ഞ് രാജാവിന് വളരെയധികം സന്തോഷം തോന്നുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ തമ്മിലുള്ള വിവാഹം നടത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞതോടെ ക്ഷേമാങ്കരൻ തൻ്റെ ഭാര്യാപിതാവിനോട് പറഞ്ഞു, എനിക്ക് ഉടൻ തന്നെ എൻ്റെ രാജ്യത്തേക്ക് പോകണം, എൻ്റെ പിതാവിനെ കാണണം, മാപ്പ് പറയണം. എൻ്റെ അനുജനെ ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി. അതിന് എനിക്ക് എൻ്റെ നാട്ടുകാരോട് മാപ്പ് പറയണം. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. പാമ്പാങ്കരൻ നേരത്തെ നാട്ടിൽ തിരിച്ചെത്തി. അങ്ങയെ കാണാത്ത വിഷമത്തിൽ അങ്ങയുടെ പിതാവ് മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ പാമ്പാങ്കരനാണ് രാജ്യത്തെ രാജാവ്. അങ്ങയുടെ ഒപ്പം കടലിലേക്ക് വന്ന മിക്കവാറും എല്ലാവരും പല കപ്പലുകളിൽ കയറി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അക്കാര്യത്തിൽ വിഷമിക്കേണ്ട. പക്ഷേ ഇനി അങ്ങ് രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിൽ പേടിക്കണം. കാരണം ഇപ്പോൾ പാമ്പാങ്കുരനാണ് രാജാവ്. അങ്ങ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ രാജ്യം പിടിച്ചടക്കാനാണ്, സിംഹാസനത്തിൽ അവകാശം ഉന്നയിക്കാനാണ് എന്നൊക്കെ പാമ്പാങ്കരൻ കരുതും. അപ്പോൾ ക്ഷേമാങ്കരൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പാമ്പാങ്കരനെ എനിക്കറിയാം. അന്ന് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കരയിൽ കയറിയത്. എന്തോ ദൗർഭാഗ്യം സംഭവിച്ച് എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ട് പോയിരുന്നിരിക്കാം. അപ്പോൾ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടിരുന്നിരിക്കാം. എനിക്ക് എൻ്റെ അനുജനെ ഉടൻ തന്നെ കാണണം. അവസാനം രാജാവ് സമ്മതിച്ചു. ഒരു വലിയ സൈന്യത്തോടൊപ്പം ക്ഷേമാങ്കരനെ അദ്ദേഹം രാജ്യത്തേക്ക് അയച്ചു. അങ്ങനെ ക്ഷേമാങ്കരൻ വരുന്നു എന്ന വിവരം പാമ്പാങ്കരൻ അറിഞ്ഞു. പാമ്പാങ്കരൻ ആകെ വിഷമിച്ചു പോയി. കാരണം പാമ്പാങ്കരൻ ഒരു തെറ്റ് ചെയ്തിരുന്നു. അന്ന് കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തി അവർ 2 പേരും കരയിൽ ഉറങ്ങിപ്പോയി. ആദ്യം ഉണർന്നത് പാമ്പാങ്കരനാണ്. ഉണർന്നപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ ബോധമില്ലാതെ തൻ്റെ അടുത്ത് ഉറങ്ങിക്കിടക്കുന്നത് അയാൾ കണ്ടു. ആ സ്ഥലത്ത് കുറച്ച് ദൂരെയായിട്ട് ആൾതാമസമുണ്ട് എന്നും പാമ്പാങ്കരന് മനസ്സിലായി. അവിടെ ചെന്നാൽ തനിക്ക് സഹായം കിട്ടുമെന്നും തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നും മനസ്സിലാക്കിയ അയാൾ അവിടെ കിടന്നൊരു കല്ലെടുത്ത് ക്ഷേമാങ്കരൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം അരപ്പട്ടയിൽ അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന വിലപിടിപ്പുള്ള രത്നങ്ങൾ സ്വന്തമാക്കി. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ സഹായത്തോടെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതായിരുന്നു. അങ്ങനെയാണ് പാമ്പാങ്കരൻ രാജാവായത്. ക്ഷേമാങ്കരൻ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നാണ് പാമ്പാങ്കരൻ കരുതിയത്. പക്ഷേ അയാൾ തിരിച്ചു വരുന്നു എന്ന് കേട്ടതോടെ അയാൾക്ക് ആകെ വിഷമമായി. വന്നാൽ സഹോദരനോട് എന്ത് പറയും? താനാണ് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചത് എന്ന് സഹോദരന് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഉടൻ തന്നെ നാട് കടത്തും, അല്ലെങ്കിൽ തന്നെ കൊന്നുകളയും. ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച രത്നക്കല്ലുകൾ കൊണ്ട് താൻ എത്രത്തോളം ധനവാനായി എന്ന് അവന് മനസ്സിലാവും. അതോടെ ഈ നാട്ടിലെ ജനങ്ങളും തൻ്റെ ബന്ധുക്കളും പരിവാരങ്ങളും ഇതിനെ തൻ്റെ സഹോദരനായ ക്ഷേമാങ്കുരൻ പോലും തന്നെ വെറുക്കും. ഇതൊക്കെ ഓർത്തുകൊണ്ട് പാമ്പാങ്കുരൻ തൻ്റെ സേവകരെ വിളിക്കുകയും നാടെല്ലാം അലങ്കരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ക്ഷേമാങ്കുരൻ വരുമ്പോൾ വഴികളെല്ലാം തോരണങ്ങളാൽ അലങ്കൃതമാക്കണം, പാതയിൽ പൂവിരിക്കണം, വഴിയോരങ്ങളിൽ വിളക്കുകൾ കത്തിച്ചു വെക്കണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പാമ്പാങ്കുരൻ തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. തൻ്റെ സഹോദരനെ സ്വീകരിക്കാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് പാമ്പാങ്കുരൻ അകത്തേക്ക് പോയതെന്നാണ് മറ്റുള്ളവർ കരുതിയത്. അങ്ങനെ ക്ഷേമാങ്കുരൻ കൊട്ടാരത്തിലെത്തി. തൻ്റെ അനുജനെ കാണാൻ വേണ്ടിയിട്ട് രാജസഭയിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ അവിടെ സിംഹാസനത്തിൽ പാമ്പാങ്കുരൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവിടെ എല്ലാം പാമ്പാങ്കുരനെ അന്വേഷിച്ചു.
പക്ഷേ ജ്യേഷ്ഠൻ എന്നോട് ക്ഷമിക്കണം എന്നൊരു ഓല എഴുതി വെച്ചിട്ട് പാമ്പാങ്കുരൻ നാട് വിട്ട് പോയി കളഞ്ഞിരുന്നു. പിന്നീട് പാമ്പാങ്കുരനെ പറ്റി ആരും കേട്ടതേയില്ല. അപ്പോഴാണ് പാമ്പാങ്കുരൻ ക്ഷേമാങ്കുരനെ ചതിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്നുള്ള വാർത്ത നാട്ടുകാർക്ക് മനസ്സിലായതും. അവർ പാമ്പാങ്കുരനെ വെറുക്കുകയും ക്ഷേമാങ്കുരനെ പൂർവാധികം സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെ ക്ഷേമാങ്കുരൻ ആ രാജ്യത്തെ രാജാവായിട്ട് വളരെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.